ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മളൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് മാറ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ സൈനിക പ്രതിരോധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോഴും ലാർജ് സ്കെയിലിൽ നമ്മുടെ ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. നമ്മളുടെ ടോട്ടൽ ഡിഫൻസ് റിക്വയർമെൻറ്റിൻ്റെ ഏകദേശം 80% മുകളിലോളം നമ്മൾ ഇപ്പോഴും, അതായത് നമുക്കറിയാം ഏറ്റവും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള വെപ്പൺ സിസ്റ്റംസൊക്കെ തന്നെ ഫൈറ്റർ എയർക്രാഫ്റ്റ്, പിന്നെ ഹെലികോപ്റ്റേഴ്സ്, സബ്മറൈൻസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട വെപ്പൺ സിസ്റ്റംസ് എല്ലാം നമ്മളിപ്പോഴും മറ്റു രാജ്യങ്ങളിൽ നിന്ന്, ഇത് മാത്രമല്ല നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ, ഇപ്പം റഷ്യയിൽ നമ്മൾ വാങ്ങിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ആയുധങ്ങൾ, എയർ ഡിഫൻസ് സിസ്റ്റംസ്, അമേരിക്കയിൽ നമ്മൾ വാങ്ങിക്കുന്ന ഡ്രോണുകൾ, ഹെലികോപ്റ്റേഴ്സ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവരുടെ മറ്റ് ഇലക്ട്രോണിക് സിസ്റ്റംസ്, ഇസ്രായേലിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നു, ഫ്രാൻസിൽ നമ്മൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് വാങ്ങിക്കുന്നു, റഫേൽ മുതലുള്ള. അപ്പോൾ ഇതുപോലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ വെപ്പൺ സിസ്റ്റംസൊക്കെ തന്നെ ഇപ്പോഴും കാരണം നമ്മുടെ രാജ്യം ഇപ്പോഴും ഈ ജെറ്റ് പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ പ്രൊഡക്ഷനിലൊന്നും തന്നെ നമ്മൾ ഇവിടെ തേജസും ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റും ഒക്കെ തന്നെ നമ്മൾ നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയും അതിൻ്റെ ഏറ്റവും ക്രിട്ടിക്കൽ പാർട്ട് എന്ന് പറഞ്ഞാൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ജെറ്റ് എൻജിൻസിൻ്റെ നിർമ്മാണത്തിലൊന്നും ഇന്ത്യക്ക് ഇതുവരെ നമുക്കൊരു സ്വയം പര്യാപ്തത ആകുവാൻ അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ തീർച്ചയായിട്ടും ഒത്തിരി എന്നാണ് പറയുന്നത്, നമ്മളെ നേരിടുന്ന ചില പ്രതിസന്ധികളെന്നോ അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചില കടമ്പകൾ നമുക്ക് മുന്നോട്ട് എന്താണ് പറയുന്നത് കടക്കുവാനുണ്ട്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും അത്ര പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. അതിനകത്തിലേക്ക് ഒത്തിരി വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴൊരു നെറ്റ് ഇമ്പോർട്ടറാണ്. അതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ തന്നെയും ഇന്ത്യയുടെ ഈ ഡിഫൻസ് എക്സ്പോർട്ട്, നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഡിഫൻസ് എക്സ്പോർട്ട് കാര്യമായിട്ടുള്ള ഒരു മൊമെൻറ്റം അതിനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നുവെച്ചാൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ഇന്ന് ആയുധം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പൂർണ്ണമായിട്ടുള്ള ആയുധം എന്നല്ല, കാരണം ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് പറയുന്നത് ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അമേരിക്കയുടെ ബോയിങ്, ലോക്ഹീഡ് മാർട്ടിൻ എന്നൊക്കെ പറയുന്ന ഏറ്റവും ലോകത്തിലെ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ആയുധ കമ്പനികളൊക്കെ തന്നെ, അല്ലെങ്കിൽ വെപ്പൺസ് മാനുഫാക്ചറേഴ്സൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്ന് പാർട്സ്, കമ്പോണൻസ് ഒക്കെ തന്നെ അവർ സോഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ പല രാജ്യങ്ങളും തീർച്ചയായിട്ടും. അപ്പം ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും മുമ്പോട്ട് വളരെ ശക്തമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം നമുക്ക് നിലനിർത്തുവാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ അടുത്തൊരു ദശാബ്ദത്തിനുള്ളിൽ ഈ ഒരു മേഖലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ എന്താണ് പറയുക ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാജ്യമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ ഒരു മൊമെൻറ്റം നമുക്ക് നിലനിർത്താൻ സാധിക്കണം. ആ മൊമെൻറ്റം നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ്, ഇപ്പോൾ ആര് ഭരിച്ചു കഴിഞ്ഞാലും ശരി, അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ ശ്രദ്ധയുമൊക്കെ ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൻ്റെ, കാരണം നമുക്കിപ്പോഴും പ്രൈവറ്റ് സെക്ടർ ഇതിനകത്തിൽ കാര്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടക്കം മാത്രമായിട്ടുള്ളൂ. പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ഇതിനകത്തിൽ ഇനിയും ഒത്തിരി നമുക്കതിനെ എന്താണ് പറയുന്നത് വ്യാപിപ്പിക്കാനും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ പ്രൈവറ്റ് മേഖലയൊക്കെ തന്നെ ഇതിനകത്തിൽ തീർച്ചയായിട്ടും വലുതും ചെറുതുമായിട്ടുള്ള കോർപ്പറേഷൻസ്, ബിസിനസ് യൂണിറ്റ്സ് എല്ലാം ഇതിനകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇക്കോസിസ്റ്റത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒരു മേജർ എന്താണ് പറയുന്നത് ഡിഫൻസ് എക്സ്പോർട്ടറായി മാറുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ സൈസും ഇൻഡസ്ട്രിയൽ സ്കെയിലും നമ്മളുടെ പൊട്ടൻഷ്യലും അല്ലെങ്കിൽ നമ്മുടെ സ്കിൽഡ് മാൻ പവറും ഒക്കെ തന്നെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു ടോപ്പ് 10 വരാനുള്ള പൊട്ടൻഷ്യൽ നമുക്കുണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു ചാൻസ് നമുക്കുണ്ട്. പക്ഷേ അതിന് നമ്മൾ പരമാവധി എന്താണ് പറയുന്നത് നമ്മളുടെ പൊട്ടൻഷ്യലിനെ അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സിനെയൊക്കെ ഓപ്റ്റിമൈസ് ചെയ്യണം. അതിന് പൊളിറ്റിക്കൽ ഡിസിഷൻസും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഒക്കെ തന്നെ അത്യാവശ്യമാണ് എന്നുള്ളതും കൂടെ നമ്മളിതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മളിന്ന് പറയാൻ പോകുന്നത്, നമ്മളെ ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഈ കോസ്റ്റ് ഇഫക്റ്റീവ് മിസൈൽസിൻ്റെ എന്താണ് പറയുന്നത് ഗ്ലോബൽ ഈ ഷോപ്പിംഗ് ഹബ്ബായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. ഷോപ്പിംഗ് ഹബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളും
ഇന്ന് ഇന്ത്യയെ തേടി വരികയാണ്. ഇന്ത്യയുടെ മിസൈലുകൾ, റോക്കറ്റുകൾ ഒക്കെ തന്നെ പിന്നെ വാങ്ങുവാനും അല്ലെങ്കിൽ അതിൽ താല്പര്യം കാണും. നമുക്ക് ബ്രഹ്മോസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോയ്ക്കകത്തിൽ പറഞ്ഞാണ്. ഫിലിപ്പീൻസ് മേടിച്ചു കഴിഞ്ഞ് വിയറ്റ്നാം, ഇന്തോനേഷ്യ, പിന്നെ മറ്റു പല രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വളരെ ഇന്ന് ലോകത്തിലെ എടുത്തു പറയത്തക്ക സവിശേഷതയുള്ള ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. അപ്പോൾ അതിനകത്തിൽ താല്പര്യം കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ 3 രാജ്യങ്ങൾ ഓൾറെഡി അതിനകത്തിൽ നമ്മളുമായിട്ട് പിന്നെ കരാറിൽ ഏർപ്പെടുകയും ഫിലിപ്പീൻസ് ഓൾറെഡി അത് വാങ്ങിച്ചു കഴിഞ്ഞു. പിന്നെ വിയറ്റ്നാം, ഇന്തോനേഷ്യ അതിൻ്റെ തൊട്ട് പുറകിൽ അവർ ഈ ബ്രഹ്മോസ് മിസൈൽ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ മറ്റു പല വെപ്പൺ സിസ്റ്റംസും മറ്റു പല രാജ്യങ്ങളും നമ്മളിൽ നിന്ന് വാങ്ങിക്കുവാനും അല്ലെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു ധാരണയിലൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ വെപ്പൺ സിസ്റ്റംസൊക്കെ തന്നെ ആകാശ്, പിനാക്ക, ബ്രഹ്മോസ്, അപ്പോൾ ഇതിനൊക്കെ തന്നെയുള്ള ഒരു ഡിമാൻഡ് ഇന്ന് ഗ്ലോബൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഈ വെപ്പൺ സിസ്റ്റംസിൽ കൂടുതൽ താല്പര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഒരു വെപ്പൺ സിസ്റ്റത്തിൻ്റെ ഒരു USP എന്ന് പറയുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഇഫക്റ്റീവാണ്. എന്ന് വെച്ചാൽ വിലക്കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വിലക്കുറവെന്ന് പറയുമ്പം ഈ ഗുണം മോശമാണെന്നല്ല പറയുന്നത്. ഇന്ത്യക്ക് നമുക്കറിയാം വളരെ ബെറ്റർ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ചിലവ് കുറച്ച് നമുക്കിതൊക്കെ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് പല രാജ്യങ്ങളെ സംബന്ധിച്ചും ഒരു റിലീഫാണ്. കാരണം ഇപ്പം ഇതൊക്കെ വാങ്ങിക്കുന്ന പല രാജ്യങ്ങളും ഇപ്പം വിയറ്റ്നാം ആയാലും ഫിലിപ്പീൻസ് ആയാലും ഇന്തോനേഷ്യ ആയാലും ഈവൻ ബ്രസീൽ അല്ലെങ്കിൽ അർമീനിയ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ മറ്റൊട്ടനവധി രാജ്യങ്ങളൊക്കെ തന്നെ ഇതെല്ലാം ഈ ലോ ഇൻകം രാജ്യങ്ങളാണ്. അപ്പോൾ അവർക്ക് വലിയ ഈ ചിലവ് അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് അവർക്ക് കൂടുതലൊന്നും ഇല്ലാത്തത് കൊണ്ടും കൂടുതൽ പൈസ അവർക്ക് ചിലവഴിക്കാൻ വെച്ചാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള അമേരിക്കൻ അല്ലെങ്കിൽ വെസ്റ്റേൺ വെപ്പൺ സിസ്റ്റംസൊക്കെ തന്നെ അവർക്ക് ഈ കോസ്റ്റ് മാത്രമല്ല അത് വേറെ ഒത്തിരി പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുണ്ടല്ലോ അതിനല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഒരു ഏറ്റവും ഇന്നൊരു റിലീഫ് അല്ലെങ്കിൽ ആശ്വാസം കിട്ടുന്ന ഒരു ഷോപ്പിംഗ് ഹബ്ബായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അപ്പം പൊളിറ്റിക്കലായിട്ടുള്ള പിന്നെ എന്താണ് പറയുന്നത് കോസ്റ്റ് ഇഫക്റ്റീവാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ ബെറ്റർ ടെക്നോളജി അതിനകത്തിലുണ്ട്, അതായത് സ്ട്രോങ് പെർഫോമൻസ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ വ്യത്യസ്തപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് മേജർ വെപ്പൺസ് എക്സ്പോർട്ടേഴ്സിൽ നിന്നും അല്ലെങ്കിൽ മേജർ ആംസ് മാനുഫാക്ചറേഴ്സ് എന്ന് പറയുന്ന അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന അല്ലെങ്കിൽ ഇസ്രായേൽ ഈ പറഞ്ഞ രാജ്യങ്ങളെ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഈ പറഞ്ഞ ചില കാരണങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം മോഡേൺ വാർഫെയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നതാണ് മിസൈൽസും ഡ്രോണുകളും ഒക്കെ തന്നെ. അതിൽ ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഇറാൻ ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്കൻ യുദ്ധത്തിലുമൊക്കെ തന്നെ ഈ യുദ്ധങ്ങളൊക്കെ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് മിസൈലുകളുടെയും ഡ്രോണുകളുടെയൊക്കെ തന്നെ ഏരിയൽ ബോൺ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടൈപ്പ് ഓഫ് വെപ്പൺസിൻ്റെ പ്രാധാന്യമാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഉള്ളത്. അപ്പോൾ ഇനി ഭാവിയിലുള്ള യുദ്ധങ്ങളും തീർച്ചയായിട്ടും ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് വെപ്പൺസിനായിരിക്കും ഏറ്റവും കൂടുതൽ റിലവൻസ് ഉള്ളതെന്നാണല്ലോ. അപ്പം ഒട്ടുമിക്ക രാജ്യങ്ങളൊക്കെ തന്നെ ഇനിയും ഭാവിയിൽ ഇപ്പോൾ ഡയറക്റ്റ് മിലിറ്ററി ടു മിലിറ്ററി കോൺഫ്രണ്ടേഷൻ നടത്തില്ലല്ലോ, ആർമി ടു ആർമി. പണ്ടെന്ന് പറഞ്ഞാൽ നേരെ ഈ പറഞ്ഞ ആർമി ടു ആർമി കോൺഫ്രണ്ടേഷൻ എയർ അറ്റാക്ക് ഉണ്ടാകും. എയർ അറ്റാക്ക് ഉണ്ടാകുമെങ്കിൽ തന്നെയും എയർഫോഴ്സിൻ്റെ ഈ ഫൈറ്റർ ജെറ്റ്സ് അല്ലെങ്കിൽ ബോമേഴ്സൊക്കെ ഉപയോഗിച്ചുള്ള പ്രകടനങ്ങളാണ്. ഇന്ന് പക്ഷേ ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫൈറ്റർ ജെറ്റ്സിൻ്റെ ഉപയോഗമില്ല അല്ലെങ്കിൽ ബോമേഴ്സിൻ്റെ ഉപയോഗമില്ലെന്നല്ല പറയുന്നത്, അവർ പങ്കെടുക്കുന്നില്ലെന്നല്ല പറയുന്നത്. പക്ഷേ വാറിൻ്റെ ഡൈനാമിക്സ് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഇന്ത്യയുടെ റോക്കറ്റ് സിസ്റ്റംസും മിസൈൽ സിസ്റ്റത്തിനും ഒക്കെ തന്നെ ഈ ഗ്ലോബൽ ഡിഫൻസ് മാർക്കറ്റിൽ ഒരു പ്രിയം അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ USP ലോ കോസ്റ്റ്, പിന്നെ കോമ്പാറ്റ് തെളിയിക്കപ്പെട്ടുള്ള കോമ്പാറ്റ് കേപ്പബിലിറ്റി. ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ തന്നെ നമുക്കത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വെപ്പൺസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി കൂടെ ആയിരിക്കാം നമ്മൾ ഒരുപക്ഷെ ആ ഒരു അഡ്വഞ്ചറിലേക്ക് നമ്മൾ പോയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ റിലാക്സ് ആയിട്ടുള്ള ഡിഫൻസ് എക്സ്പോർട്ട് പോളിസി. ഇപ്പോൾ അമേരിക്കയുടെ അല്ലെങ്കിൽ മറ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹാർഷായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഇന്ത്യയെ പോലെ ഈവൻ ചൈനയെ പോലും അത്രയും ഈ പറഞ്ഞ അവരുടെ ഡിഫൻസ് എക്സ്പോർട്ടിലൊന്നും ഇച്ചിരി റിലാക്സ്ഡ് ആണെന്ന് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ അമേരിക്ക നമുക്കറിയാം അവരുടെ ഒരു രാജ്യത്തിന് ആയുധം കൊടുക്കുകയാണെങ്കിൽ എന്തെല്ലാം ടേംസ് ആൻഡ് കണ്ടീഷൻസും അല്ലെങ്കിൽ കണ്ടീഷണാലിറ്റീസും ഒക്കെ ഉണ്ട്. അതിൽ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണവും കൺട്രോളും ഒക്കെ തന്നെ അമേരിക്കയ്ക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും
ഈ പറഞ്ഞ ഇന്ത്യൻ വെപ്പൺസ് സിസ്റ്റം, അപ്പോൾ ആകാശ പിനാക, ബ്രഹ്മോസ്, നഗാസ്ത്ര എന്നൊക്കെ പറയുന്നത് പല രാജ്യങ്ങൾ, ഏഷ്യയിലും ആഫ്രിക്കയിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ്, ഈവൻ ലാറ്റിൻ അമേരിക്കയിലൊക്കെയുള്ള രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഇതിനോടൊക്കെയുള്ള പ്രിയം, നമ്മുടെ ആയുധങ്ങളോട് പ്രിയം കൂടുന്നത്. ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും UAE പോലുള്ള രാജ്യം, UAEയും പിന്നെ ഇസ്രായേലും ഒക്കെ തന്നെ നമ്മളുടെ ഇന്ന് ആയുധങ്ങൾ പിന്നെ വാങ്ങിക്കുന്ന, ഇസ്രായേലിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ടത്. അത് തീർച്ചയായിട്ടും അത് എന്താണത്, നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്തിൽ നമ്മളത് ചർച്ച ചെയ്തതാണത്. ഇസ്രായേൽ നമ്മൾ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, UAE അതിൽ നമുക്ക് ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കാൻ ഏറ്റവും എന്താണ് സാധ്യതയുള്ള മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു രാജ്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് ഒരു ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം, മറ്റ് രാജ്യങ്ങൾക്കെല്ലാം ആയുധങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ അവകാശവും അധികാരവും ഉള്ളതുപോലെ തന്നെ ഇന്ത്യക്കും തീർച്ചയായിട്ടും ആയുധങ്ങൾ ഉണ്ടാക്കുവാനും അത് വിൽക്കുവാനും ഒരു സോവറൻ, നമ്മളൊരു സ്വതന്ത്ര പരമാധികാര രാജ്യമായതുകൊണ്ട് ലോകത്ത് മറ്റുള്ള രാജ്യങ്ങൾ അത് ചെയ്യുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള പ്രധാന രാജ്യങ്ങളെല്ലാം അത് ചെയ്യുന്നതുകൊണ്ടും തീർച്ചയായിട്ടും ഇന്ത്യക്കും ചെയ്യാം. അതിൽ പ്രത്യേകിച്ച് അതിനകത്തൊരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിലെ പ്രത്യേകിച്ച് അതിനകത്ത് വേറൊരു എന്താണ് എത്തിക്സിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ അർമീനിയ പോലുള്ള രാജ്യത്തിനൊക്കെ നമ്മളല്ലേ മെജോറിറ്റി വെപ്പൺസും സപ്ലൈ ചെയ്യുന്നത് നമ്മളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയുടെ ഈ മിസൈൽ അല്ലെങ്കിൽ റോക്കറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റ് വെപ്പൺസ് അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ വെപ്പൺ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 20 മുതൽ 50% ചീപ്പറാണെന്നാണ് പറയുന്നത്. ചീപ്പെന്ന് പറഞ്ഞാൽ വിലക്കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഈ വിലക്കുറവെന്ന് പറയുമ്പോൾ നമ്മളതിനെ ഈ വില കുറഞ്ഞുകൊണ്ട് അത് മോശമാണെന്നല്ല പറയുന്നത്, നമ്മളുടെ ബെറ്റർ ക്വാളിറ്റിയാണ്, വളരെ എന്താണ് പറയുന്നത്, ഈ മെച്ചപ്പെട്ട ടെക്നോളജി ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ആയുധങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ നിർമ്മിക്കുന്നത്. പക്ഷേ ചീപ്പർ റേറ്റിൽ നമുക്കത് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു എടുത്തു പറയത്തക്ക ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഏഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലൊക്കെയുള്ള രാജ്യങ്ങൾ നമുക്കറിയാം ഈ സാമ്പത്തികമായിട്ട് അത്ര വലിയ രാജ്യങ്ങളൊന്നുമല്ല. ഇപ്പം വിയറ്റ്നാം ആയാലും ഫിലിപ്പീൻസ് ആയാലും ഇന്തോനേഷ്യ ആയാലും ഈവൻ ബ്രസീൽ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, ഈവൻ UAE ആയാൽ തന്നെയും അവർ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള വലിയ രാജ്യമൊന്നുമല്ല. അപ്പം ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ അവർക്ക് അവരുടെ ഡിഫൻസ് ബജറ്റിൻ്റെ ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ട്, ഒത്തിരി അവർക്ക് തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങൾ മീൻസ് അവരുടെ പൈസ ഇല്ല. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ഈ വലിയ തുക കൊടുത്ത് അമേരിക്ക അതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നും അവർക്ക് ആയുധങ്ങൾ വാങ്ങിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യമാണ് അവർക്ക് ഏറ്റവും നെക്സ്റ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായിട്ട് അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ട് ചൈന ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിനും നമുക്കറിയാം അവരുടേതായിട്ടുള്ള ഈ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ ഉണ്ട്. കാരണം ഇന്ത്യക്ക് കഴിയുന്നത് ഒരു പക്ഷേ ചൈനയ്ക്ക് നിർമ്മിക്കാൻ കഴിയത്തില്ലായിരിക്കും. കാരണം സ്പെഷ്യലൈസേഷൻ നമ്മൾ പറയാമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ രാജ്യങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് നമ്മൾ അതായത് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്ത്യയുടെ ഈ ലോ മാനുഫാക്ചറിങ് കോസ്റ്റ്, അതുപോലെ നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും ഒക്കെ തന്നെ ഇന്ത്യൻ ഡിഫൻസ് പ്രോഡക്ട്സിനെ കൂടുതൽ ഗ്ലോബൽ മാർക്കറ്റിലെ കോമ്പറ്റീറ്റീവ് ആക്കുന്നതാണ് പറയുന്നത്. ഈ ലോ മാനുഫാക്ചറിങ് കോസ്റ്റ് നമുക്കറിയാം വളരെ ഇപ്പം അമേരിക്ക, ഫ്രാൻസ് അല്ലെങ്കിൽ അതുപോലുള്ള വെസ്റ്റേൺ രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ മാനുഫാക്ചറിങ് കോസ്റ്റൊക്കെ എപ്പോഴും വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മുടെ രാജ്യത്തെ മാൻ പവർ കോസ്റ്റിനേക്കാളൊക്കെ കൂടുതലായിരിക്കും അവിടുത്തെ മാൻ പവർ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ ലോ കോസ്റ്റ് മാനുഫാക്ചറിങ് ഡിഫൻസിൽ മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും സാധ്യമായതുകൊണ്ട്, പ്രത്യേകിച്ച് ഇതുപോലുള്ള ക്രിട്ടിക്കൽ ഏരിയ കണക്കിലെടുക്കുമ്പോൾ ഇവിടെ ഈ ലോ മാനുഫാക്ചറിങ് കോസ്റ്റിൻ്റെ ഒരു കൺസിഡറേഷൻ രാജ്യങ്ങൾ അവരുടെ ആയുധങ്ങൾ വാങ്ങിക്കുമ്പോൾ നോക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെപ്പോലൊരു രാജ്യം ഇങ്ങനെ മെച്ചപ്പെട്ട ആയുധങ്ങൾ നിർമ്മിക്കാൻ കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ടും നമുക്കത് കൊടുക്കാൻ അത് കഴിയുന്നതുകൊണ്ടും അവരുടെ ഒരു ഗ്ലോബൽ ഷോപ്പിംഗ് മാളായിട്ട്, ഡിഫൻസ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു ഷോപ്പിംഗ് മാളായിട്ട് ഇപ്പോൾ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകാശ് മിസൈൽ ചില സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ആകാശ് മിസൈൽ, പിനാക്ക, ബ്രഹ്മോസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആകാശ് ഡിഫൻസ്, ഇതൊരു ഡിഫൻസ് സിസ്റ്റമാണ്. ആകാശ് മിസൈൽ എന്ന് പറയുന്നത് ഡിഫൻസ് മിസൈൽ സിസ്റ്റമാണിത്. അപ്പോൾ ഇത് ഏകദേശം ഒരു മിസൈലിന് $5 ലക്ഷം വരെയാണ് ഇതിൻ്റെ ഈ എന്താണ് പറയുന്നത് കോസ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത്. പക്ഷേ അമേരിക്കയുടെ ഈ നസാംസ് മിസൈൽ NASAMS എന്ന് പറയുന്ന ഈ സിസ്റ്റം അത് $8 ലക്ഷം മുതൽ $10 ലക്ഷം വരെ എന്താണ് അതിൻ്റെ കോസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഏകദേശം $5 ലക്ഷം പെർ മിസൈലേ ആവുന്നുള്ളൂ എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പം ഇതിൻ്റെ ചിലവ് കുറവാണെങ്കിൽ തന്നെയും മറ്റ് ഈ പറഞ്ഞ അമേരിക്കയുടെ മിസൈൽ സിസ്റ്റം പോലെ തന്നെ
വളരെ മെച്ചപ്പെട്ട മോഡേൺ എയർ ഡിഫൻസ് കേപ്പബിലിറ്റി കൊടുക്കുവാൻ കഴിയുന്നതാണ് ഈ പറഞ്ഞ ആകാശ് മിസൈൽ സിസ്റ്റം. അതുകൊണ്ട് പല രാജ്യങ്ങളും ഇത് ലക്ഷ്യം വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരിത് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് പറയുന്നത്. പിന്നെ പ്രോജക്റ്റ് കുഷ എന്ന് പറയും, ലവകുശന്മാരാണ് അതിലെ കുഷ. അപ്പോൾ അത് നമ്മുടെ ഈ S-400 പകരമായിട്ട്, അല്ലെങ്കിൽ അതുപോലുള്ളൊരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്, ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മളൊരു ലോ കോസ്റ്റ് ഓൾട്ടർനേറ്റീവാണ്. ഇപ്പോൾ S-400 നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഈ റഷ്യയിൽ നമ്മൾ 2018 മുതൽ മേടിക്കാൻ തുടങ്ങിയ S-400 5 സ്ക്വാഡിന് ഏകദേശം 45,000 കോടി രൂപയോളം ചിലവ് വരുമായിരുന്നു. പക്ഷേ ഈ നമ്മളുടെ ഈ സ്വദേശിമായി നമ്മൾ വികസിപ്പിക്കാൻ പോകുന്ന ഈ പറഞ്ഞ പ്രോജക്റ്റ് കുഷ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് 21,700 കോടി രൂപ 5 സ്ക്വാഡറിന് 21,700 കോടി രൂപയേ ആവത്തുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ S-400 ടെക്നോളജിക്കൽ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഒരു ടെക്നോളജിക്കൽ ഫീച്ചർ അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി ഉള്ള സിസ്റ്റമാണ്. അതുകൊണ്ട് പല രാജ്യങ്ങൾക്കും S-400 പകരം ഇത് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതേ ഉള്ളൂ, നമ്മൾ ഇത് കഴിഞ്ഞിട്ടില്ല, അതൊരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ S-400 ചീപ്പറായിട്ട് നമുക്കത് ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് എന്താണ് പറയുന്നത് സെയിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ അത് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. കാരണം ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇന്ത്യ എന്താണ് പറയുന്നത് നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ നേരിടുന്ന ചില പ്രതിസന്ധികൾ നമ്മളെ ഫൈറ്റർ ജെറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അതിൻ്റെ ജെറ്റ് എൻജിൻസ് നിർമ്മിക്കുന്ന സ്വയം നമ്മൾ ആഭ്യന്തരമായി നമുക്ക് നിർമ്മിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ ഫ്രാൻസ്, അമേരിക്ക ഇതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഫോറിൻ രാജ്യങ്ങളെ ആശ്രയിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ ആശ്രയിച്ച് കഴിഞ്ഞാൽ, വെസ്റ്റേണിൽ ഈവൻ റഷ്യയെ തന്നെ ആശ്രയിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്രത്തോളം അനുഭവിക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള അവരുടെ ജനറൽ ഇലക്ട്രിക്കൽസിൻ്റെ ഈ ജെറ്റ് എൻജിൻസിനൊക്കെ അത് അമേരിക്ക ചിലപ്പോൾ നമുക്ക് തരാൻ തയ്യാറാകും, ചിലപ്പോൾ തരത്തില്ല, ചിലപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന അത്രയും നമ്പേഴ്സ് കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ തേജസിൻ്റെ LCയുടെയൊക്കെ തന്നെ ഓപ്പറേഷൻസിനെ ഒത്തിരി സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ നമ്മുടെ AMC, അതായത് നമ്മുടെ നമ്മുടെ ഈ എന്താ പറയുന്നതിന് നമ്മുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിൻ്റെ ഈ പ്രോജക്റ്റ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമുക്ക് അല്ലെങ്കിൽ അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക്കൽസിനെയൊക്കെ തന്നെ നമുക്ക് ജെറ്റ് എൻജിന് വേണ്ടി ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പ്രോജക്റ്റിനെ ഒത്തിരി ഡിലേ ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആകാശ് പറഞ്ഞ് നമ്മൾ പിന്നെ ബ്രഹ്മോസ് മിസൈലാണ്. ബ്രഹ്മോസ് മിസൈലിൻ്റെ കാര്യം നമുക്കറിയാം. ബ്രഹ്മോസ് അത്ര വലിയ ചീപ്പറല്ല, പക്ഷേ ഈ ഇന്ന് ലോകത്തിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. അപ്പം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇതേ സംവിധാനം ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര ചീപ്പല്ല. പക്ഷേ ഇതിൻ്റെ സ്പീഡ്, പ്രിസിഷൻ, അതുപോലെ തന്നെ വളരെ ഈ മാരകമായിട്ടുള്ള സ്ട്രൈക്കുകൾ നടത്താനുള്ള അതിൻ്റെ കപ്പാസിറ്റി അത് മറ്റ് മിസൈലുകളെക്കാൾ ഇതിന് കൂടുതലായതുകൊണ്ട് ഇതൊരു പ്രിഫേർഡ് ആയിട്ടുള്ള ഐറ്റമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഒരു മിസൈലിന് 3 മില്യൺ മുതൽ 5 മില്യൺ വരെ ചിലവാകും, അല്ലെങ്കിൽ കോസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ ടൊമഹാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, വളരെ പോപ്പുലറായിട്ടുള്ള അവരുടെ ടൊമഹാക്ക് മിസൈൽസ് 1.5 മുതൽ $2 മില്യൺ വരെയാണ് അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ അവരുടെ മിസൈലിനേക്കാളിലും ചിലവ് കൂടുതലാണ്, അല്ലെങ്കിൽ വില കൂടുതലാണ് നമ്മളുടെ ബ്രഹ്മോസിന്. പക്ഷേ അതിനേക്കാളിലും അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന അതിനേക്കാളിലും എന്താണ് ടെക്നോളജിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി ഉള്ളൊരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. അപ്പോൾ അങ്ങനെ ഒരു കാരണം കൊണ്ടും തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പോൾ ഈ ഫിലിപ്പീൻസ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ, അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളൊക്കെ തന്നെ ഇത് വാങ്ങിക്കുവാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പല രാജ്യങ്ങളും, മിഡിൽ ഈസ്റ്റിലെയും ഈവൻ ആഫ്രിക്ക അല്ലെങ്കിൽ ഏഷ്യയിലെ മറ്റ് പല രാജ്യങ്ങളൊക്കെ തന്നെ. പിന്നുള്ള പിനാക എന്ന നാഗാസ്ത്രയാണ്. അതൊരു മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റമാണ് പിനാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് US-ൻ്റെ ഹിമാസ് എന്ന് പറഞ്ഞിട്ട് HIMARS എന്ന് പറഞ്ഞൊരു മിസൈൽ സിസ്റ്റം ഉണ്ട്, അല്ല റോക്കറ്റ് സിസ്റ്റം ഉണ്ട്. അതിനേക്കാളും ചീപ്പറാണ്. നാഗാസ്ത്ര 1 ലോയിറ്ററിങ് മുനീഷൻ. അത് ഓപ്പറേഷൻ സിന്ധുവിലൊക്കെ നമ്മൾ വളരെ ഫലപ്രദമായിട്ട് പാകിസ്ഥാനെതിരെ നമ്മൾ ഉപയോഗിച്ചതാണ്. അതിനും തീർച്ചയായിട്ടും അതിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നാഗ്, ഹെലീന ആൻറ്റി ടാങ്ക് മിസൈൽസ് ഇതൊക്കെ തന്നെ US-ൻ്റെ ഹെൽഫെയർ മിസൈലിനേക്കാളൊക്കെ തന്നെ പകുതിയോളം വില മാത്രം വരുന്നതാണ്. പക്ഷേ വളരെ ഇഫക്റ്റീവായിട്ടുള്ള എന്താണ് പറയുന്നത് സ്ട്രൈക്കിംഗ് കേപ്പബിലിറ്റി ഉള്ളതാണ്. അപ്പോൾ ഈ മിസൈലും റോക്കറ്റ് മാത്രമല്ല, ഇന്ത്യ നമുക്ക് അറിയാം ഡ്രോണിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ റഡാർ, ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ ഇന്ത്യ വളരെയധികം
ശ്രദ്ധേയമായിട്ടുള്ള ചുവടുവയ്പ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ദശാബ്ദത്തിനുള്ള ഇന്ത്യ ലോകത്തിലെ ഏകദേശം ഒരു പ്രധാനപ്പെട്ട ഡ്രോൺ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്ത്യ എല്ലാ കാര്യത്തിലും വളരെ ലേറ്റാണ്, അതാണ് ഈ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും മറ്റു രാജ്യങ്ങളെല്ലാം ഒത്തിരി മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇന്ത്യയുടെ ഈ പറഞ്ഞ മിസൈലുകളും റോക്കറ്റുകളും മാത്രമല്ല, ഈ പറഞ്ഞ ഡ്രോൺ റഡാർ സിസ്റ്റംസിലൊക്കെ തന്നെ ഇന്ത്യ വളരെ നമ്മളുടെ ആ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DRDOയും അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അവരൊക്കെ തന്നെ ഈ ടർക്കിയുടെ ബൈറക്താർ, ടർക്കിയൊക്കെ പ്രധാനപ്പെട്ട ഒരു ഡ്രോൺ മാനുഫാക്ചറിങ് രാജ്യമാണെന്ന് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിനേക്കാളിൽ മികച്ച ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ നിർമ്മിക്കാൻ കഴിവുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ സ്വാതി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ 40% മുതൽ 60% വരെ അമേരിക്കയുടെ ഫയർ ഫൈൻഡർ സിസ്റ്റത്തേക്കാളും ചീപ്പറാണെന്നാണ് പറയുന്നത്. അർമീനിയ ഈ പറഞ്ഞ റഡാറിൻ്റെ 4 യൂണിറ്റ് ഓൾറെഡി മേടിച്ചു കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ മേടിക്കാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അർമീനിയയ്ക്ക് നമ്മൾ ആയുധം കൊടുക്കുന്ന ഒരു പ്രധാന രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. എന്നുവെച്ചാൽ അർമീനിയ ഇപ്പോൾ അവരുടെ 80%-ലേറെ ആയുധങ്ങൾ വാങ്ങിക്കുന്ന ഇന്ത്യയിൽ നിന്നാണ്, പിന്നെ ഫ്രാൻസിൽ നിന്നൊക്കെയാണ്. എന്നുവെച്ചാൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് എങ്ങനെ ആയുധങ്ങൾ വാങ്ങിക്കുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ അർമീനിയ ഇന്ത്യയും തമ്മിലുള്ള ഡിഫൻസ് സ്ട്രാറ്റജിക് റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതാണ് നമ്മളുടെ. അതുപോലെ തന്നെ ഇന്ത്യൻ വെപ്പൺസിൻ്റെ ഡിമാൻഡ്, നമ്മൾ ബ്രഹ്മോസിൻ്റെ കാര്യം പറഞ്ഞു. ഫിലിപ്പീൻസ് $375 മില്യൺ ഒരു ഡീൽ ഇന്ത്യയുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. വിയറ്റ്നാം സൈൻ ചെയ്തു. ഇന്തോനേഷ്യ പിന്നെ ഏകദേശം അതിൻ്റെ ഈ ഒരു നമ്മൾ വക്കിലെത്തിയിട്ടുണ്ട്, ധാരണ അല്ലെങ്കിൽ ആ ഒരു ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ UAE, ഈജിപ്റ്റ്, ബെലാറസ്, മലേഷ്യ, തായ്ലൻഡ്, ബ്രസീൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒന്നും ആയിട്ടില്ല. അത് ഒരുപക്ഷെ രാജ്യങ്ങൾ തമ്മിലുള്ള നെഗോസിയേഷൻസ് അല്ലെങ്കിൽ ടോക്സ് നടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. പഴയ ഭാവിയിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ രാജ്യങ്ങൾ ഏതെങ്കിലുമൊക്കെ തന്നെ നമ്മളുടെ ഈ വെപ്പൺ സിസ്റ്റം മേടിക്കാനുള്ള സാധ്യത, UAE മേടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇതിനകത്തിലുള്ളത് ബെലാറസ് ഉണ്ട്. ബെലാറസ് റഷ്യയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യമാണ്. പിന്നെ മലേഷ്യ, തായ്ലൻഡ്, ബ്രസീൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ. ബ്രസീൽ ലാറ്റിൻ അമേരിക്കയിലുള്ള രാജ്യമാണ്, പ്രധാനപ്പെട്ട രാജ്യമാണ് ലാറ്റിൻ അമേരിക്കയിൽ. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ രാജ്യങ്ങൾക്ക് നമുക്ക് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കൊടുക്കുന്ന ഒരു രാജ്യമായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കും. അതുപോലെ തന്നെ അർമീനിയയുടെ കാര്യം പറഞ്ഞാൽ ആകാശ് മിസൈൽ അതുപോലെ പിനാക റോക്കറ്റ് സിസ്റ്റത്തിനൊക്കെയുള്ള വാങ്ങിക്കാനുള്ള താല്പര്യങ്ങൾ അവർ ഓൾറെഡി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം, EOI. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മളുടെ ഡിഫൻസിൻ്റെ എക്സ്പോർട്സ് ഓവറോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു മൊമെൻറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുന്നതോ എക്സ്പോർട്ടിൻ്റെ ക്വാണ്ടിറ്റിയും വാല്യൂ ഒക്കെ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2030 ആകുമ്പോഴത്തേക്ക് 50,000 കോടി രൂപയുടെ ഡിഫൻസ് എക്സ്പോർട്ട് റീച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ 2026 ആയപ്പോഴത്തേക്ക് 38,424 കോടി രൂപയുടെ ഡിഫൻസ് എക്സ്പോർട്ട് നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞു. അപ്പോൾ 2029-30 ആകുമ്പോഴത്തേക്ക് 50,000 കോടി രൂപയുടെ ഡിഫൻസ് എക്സ്പോർട്ട് മാത്രമാണിത്, നമ്മളുടെ പ്രൊഡക്ഷനല്ല, കയറ്റുമതി മാത്രം 50,000 കോടി രൂപയുടെ കയറ്റുമതി എന്ന് പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്താനാണ് ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. അപ്പം US എന്ന് പറയുന്ന ഏറ്റവും ലോകത്തിലെ നമ്പർ 1 നമ്മുടെ സൂപ്പർ പവറാണ്. ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങളല്ല, ഡിഫൻസ് എക്സ്പോർട്ട് മാർക്കറ്റ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഹൈ വാല്യൂ പാർട്സ്, കമ്പോണൻസ്, സിസ്റ്റംസ് ഒക്കെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ ബോയിങ്, ലോക്ഹീഡ് മാർട്ടിൻ ഇതുപോലുള്ള കമ്പനികൾക്കൊക്കെ ഇന്ത്യ നിർമ്മിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിലുള്ള നമ്മളുടെ മുന്നേറ്റം തീർച്ചയായിട്ടും ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭാവിയിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഗ്ലോബൽ ഒരു ഹബ്ബായിട്ട് മാറും, വെപ്പൺസ് എക്സ്പോർട്ട് ഹബ്ബായിട്ട്. എന്ന് വെച്ചാൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ചീപ്പ് ബട്ട് ക്വാളിറ്റി ഉള്ള ആയുധങ്ങൾ, വെപ്പൺ സിസ്റ്റംസ്, പ്രത്യേകിച്ച് മിസൈൽസ്, ഡ്രോൺസ്, റഡാർസ് ഇതുപോലുള്ള വെപ്പൺ സിസ്റ്റംസ് ഇന്ത്യയിൽ നിന്നും പ്രൊക്യൂർ ചെയ്യാൻ കഴിയുന്ന തരത്തിലൊക്കെ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഇക്കോസിസ്റ്റവും വളരുകയും അതിൻ്റെ മൊമെൻറ്റം അല്ലെങ്കിൽ ആ ഒരു എന്താണ് പറയുന്നത്, ആ ഒരു വികസനം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. ഏത് ഗവൺമെൻറ് മാറി മറിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ശരി,
എന്നാൽ മാത്രമേ ഇതിനകത്തിലൊക്കെ കാര്യമായിട്ടുള്ള പുരോഗതി ഇന്ത്യക്ക് ഉണ്ടാക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇനിയും ഇന്ത്യക്ക് പല മേഖലകൾ, ഞാൻ നേരത്തെ ജെറ്റ് എഞ്ചിൻ അല്ലെങ്കിൽ നമ്മുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ്, ന്യൂക്ലിയർ സബ്മറൈൻസ് ഇതുപോലുള്ള മേഖലകളൊക്കെ തന്നെ, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സബ്മറൈൻസ് ഒക്കെ നമ്മൾ നിർമ്മിക്കുന്ന മേഖലകളൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും നേട്ടങ്ങൾ കൈവരിക്കാനുണ്ട്. അപ്പം നമ്മളത് ഗ്രാജുവലായിട്ട് പതുക്കെ ഓരോ മേഖലയും നമ്മൾ ഈ പറഞ്ഞ ഒരു സക്സസ് അല്ലെങ്കിൽ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടോപ്പിക്കുമായിട്ട് തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.